ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 5-6 വീഡിയോസ് ഇടും. എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഒരു കമൻറ്റ് പോലും എനിക്ക് കിട്ടുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് എനിക്ക് നെയിം മീറ്റിംഗ് ഒക്കെ എല്ലാം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. പക്ഷേ നിങ്ങൾ നെയിം ഇടാതെ ഞാനെങ്ങനെ ചെയ്യാൻ? എൻ്റെ പേര് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കൂട്ടുകാരികളോടും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നെയിം മീറ്റിംഗ് ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. എല്ലാവരെയും ചെയ്യാവേ. ഞാൻ എൻ്റെ വീടിൻ്റെ പുറം ഭാഗമെന്ന് കാണിച്ചു തരാവേ. പുറം ഭാഗമെന്ന് വെച്ചാൽ ഇന്നലെ വീടിൻ്റെ അകം കാണിച്ചെങ്കിൽ ഇന്ന് പുറം ഭാഗമാണ് കാണിക്കുന്നത്. ഇവിടെ ഇതൊരു കാടാണ്. കാട് വെട്ടിത്തിളച്ചാണെങ്കിലും പിന്നെ കയറുമല്ലോ, കാടല്ലേ. ഇവിടെ പിന്നെ നിങ്ങൾ വിചാരിക്കലും വലിയ കാടൊന്നുമല്ല. സിംഹവും പുലിയും വരാൻ, പട്ടികളുണ്ട്, പാമ്പുകളുണ്ട്, അല്ലാതെ ഒന്നുമില്ല. ഇനി ഞാനൊരു മരവും ഒക്കെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആലിഫാമെന്ന് പറയുന്ന ആൻറ്റിയുടെ വീടാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ചെയ്താണ്. എന്തായാലും ഈ കാടൊക്കെ കണ്ടതുകൊണ്ട് രസമായിരുന്നു. വെട്ടിത്തളിച്ചപ്പോൾ ഇപ്പോൾ പോയി വരുന്നു. അങ്ങോട്ട് പോവോ? ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വേറെ ഒരു ചേട്ടൻ്റെ വീടാണ്. പട്ടി വന്നുകൊണ്ട് പട്ടിയെ ഓടിക്കാം. കുറേ നാളായിട്ട് കേൾക്കുന്നില്ല പട്ടിയെക്കുറിച്ചുള്ള. പട്ടി വന്ന് കടിക്കുക. ഇപ്പോൾ കൂടുതലും പ്രവേശമാണ്. എന്തായാലും ഇവിടെ ഒരു കുഞ്ഞു ഭാഗമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെയാണ്. ഇവിടെ ചേട്ടൻ്റെ ഒരു ദിവസം കളഞ്ഞു പോയതാണ്. ഇത് ഞങ്ങളുടെ അനിയനാണ്, അറിയാമല്ലോ. ഇത് ചേട്ടൻ്റെ ഇത് ഞങ്ങളുടെ കാടാണ്. പക്ഷെ ഇതൊരാളുടെ വസ്തുവാണ്. പക്ഷെ വന്ന് നോക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഒരു കാര്യം ഞാൻ കാണിച്ചു. ഇവിടെ പട്ടിശല്യം ഉണ്ടെങ്കിൽ ഇതൊരു ട്യൂട്ടോറിയലായിരുന്നു. ഇത് ഏതാണ് വിചാരിക്കുന്നത്? ഇതൊരു ട്യൂട്ടോറിയൽ ആയിരുന്നു. പക്ഷെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന മേൽനോട്ടക്കാരൻ എന്താണെന്നറിഞ്ഞൂടെ മരിച്ചുപോയി. അതിനുശേഷം മോൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ നിന്നു പോയ മോന് വേറെ ഒരു ജോലി, സർക്കാർ ജോലി കിട്ടിയതിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വൃത്തിയാക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ തേങ്ങ ഇടാൻ മാത്രം വരും. കുറച്ച് മാസമായി ഇവിടെ വന്ന് കുറേ കുടുംബശ്രീ ആൾക്കാരൊക്കെ വന്ന് വെട്ടിത്തളിച്ചിട്ട് പോയി. പക്ഷെ എന്നിട്ടും കാട് കയറാൻ നിസ്സാര പണിയല്ല. ഇതായതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ഉപ്പാടെ അനിയൻ ഇന്നലെ പറഞ്ഞില്ലേ, അവരൊക്കെയാണ് ഇവിടെ വന്നത്. വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അവരൊക്കെ ഉള്ളത്. എന്തായാലും ഇതൊക്കെയാണ് പുറം ഭാഗം. എല്ലാവരും ചോദിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതലും പറയാനുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെങ്ങാണ്ട് ഒരു ചാമ്പയ്ക്ക മരം ഉണ്ടായിരുന്നു, പക്ഷെ അത് വെട്ടി തളിച്ചു പോയി. പിന്നെ ഈ ചാമ്പയ്ക്ക കൊണ്ടുവന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാടെ അനിയൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചാമ്പയ്ക്ക എങ്ങാണ്ട് ഒരു കടയിൽ നിന്ന് കൊടുത്തപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. എന്ത് കിട്ടിയാലും ഇവിടെ കൊണ്ടുതരും. അന്നേരം എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.